ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് തീപ്പൊരി ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ടോപ്പിക്ക് വിശ്വാസവും ഫ്രണ്ട്സും, അതാണ് ടോപ്പിക്ക്. രസകരമായ ടോപ്പിക്കാണ്. വിശ്വാസം എന്നത് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെറുപ്പം മുതലേ ഒരു വിശ്വാസിയാണ്. നമ്മൾ ഏത് ഇതിൽ വിശ്വസിക്കുന്നു അതിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ പഠിക്കുക. പ്രശ്നങ്ങളുണ്ടാവും, അത് പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക. അതാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഞാൻ എന്നെന്നും നമ്മൾ വിശ്വസിക്കുന്ന എപ്പോഴും നമുക്ക് പോകാനോ എവിടെയും പോകാനായിട്ട് സാധിക്കാറില്ല. ഇപ്പം നമ്മൾ വിശ്വസിക്കുന്ന ക്ലാസ്സിലായാലും പള്ളിയിലോ അങ്ങനെ എന്തെങ്കിലും പോകാനായിട്ട് എനിക്ക് സാധിക്കാറില്ല. പക്ഷേ എനിക്ക് കിട്ടുന്ന സമയം ഞാൻ പോകും, അവിടെ പോയി പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് നീങ്ങുന്നത്. ഒത്തിരി നേരം ഞാൻ പ്രാർത്ഥിക്കാറുമില്ല, ഒരു 5 മിനിറ്റൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. അപ്പം നമ്മളുടെ ആ ശൈലികൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു മോട്ടിവേഷൻ. പുതിയൊരു ജനത ആ വേർഷനിൽ കൂടെ ജീവിതത്തെ കാണുക എന്നുള്ള ഉറച്ചൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ മോട്ടിവേഷൻ എന്നുള്ള ആ സ്പീക്കറായി മാറാനുള്ള ഒരു പ്രചോദനം എനിക്ക് നൽകിയത്. ആ മേളിലിരിക്കുന്ന ശക്തിയാണ്. ആ മേളിലിരിക്കുന്ന ശക്തിയെ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ നമുക്ക് പരാജയങ്ങളിൽ നിന്നും ഓരോരോ സ്റ്റെപ്പുകൾ വെച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. ഞാൻ അതിൽ വളരെ കൃതാർത്ഥയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി ജീവിതത്തെ കാണുന്ന ഒരു വ്യക്തിയാണ്. അത് നമ്മൾ ഓരോ ആംഗിളിൽ നിന്ന് കാണാനായിട്ട് പഠിക്കുക. മറ്റുള്ളവരുടെ ആംഗിളിലല്ല, നമ്മുടെ ആംഗിളിൽ നിന്ന് കാണാനായിട്ട് പഠിക്കുക. അതാണ് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. അതായത് പുതിയ കുഞ്ഞു കുട്ടികളുടെ യൂത്ത് ഐക്കൺ അപ്പച്ചനമ്മച്ചിമാർക്ക് വരെ കിട്ടുന്ന ആ ഒരു പ്രചോദനം, അതാണ് ഞാൻ ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ആധുനിക യുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പാരമ്പര്യം മുറുകി പിടിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പാരമ്പര്യം നമ്മളിൽ ഉൾക്കൊള്ളണം. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക, അതാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത്. പിന്നെ കൂട്ടുകാരെ എന്നുള്ള ആ ഒരു ചോയ്സ്, അത് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ കുറേ കൂട്ടുകാരായിട്ട് വരുന്നൊരു വ്യക്തികളാണ്. എനിക്ക് വളരെ സന്തോഷം നൽകുന്നവരാണ് കൂട്ടുകാർ. ചെറുപ്പം മുതലേ എനിക്ക് കൂട്ടുകാരുണ്ട്. ഓരോ തലത്തിലും എനിക്ക് കൂട്ടുകാരുണ്ട്. അപ്പം അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ് ജോസിയ എന്ന് അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും. അപ്പോൾ ഞാനിങ്ങനെ ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പ്രവർത്തിച്ചതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. അവർക്കറിയാം എന്നെ, ഞാൻ എന്താണ് അവർക്ക് എന്നെ അറിയാം. ഇപ്പോൾ നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കണ ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. നമ്മുടെ മുമ്പിൽ കളിച്ച് ചിരിച്ച് നിൽക്കുന്ന ആ പുറംമോടികൾ നമ്മൾ മനസ്സിലാക്കണം. അവർ നമ്മളെ ഓക്കെ നമ്മുടെ ഫ്രണ്ട്സാണ്, പക്ഷേ അവർ ബാക്കിൽ നിന്ന് എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കെന്നറിയാം. നമ്മളെപ്പറ്റി കുറ്റം പറയും, ഒക്കെ ചെയ്യും. നാച്ചുറലാണത്, സംഭവിക്കേണ്ടതാണ്. അപ്പോൾ കുറ്റം പറയുക എന്നുള്ളത് ഇപ്പോഴത്തെ സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ്. കുറ്റം പറയുക. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നമ്മളിൽ തന്നെ ഒതുങ്ങാനായിട്ട് ശ്രമിക്കും. നമ്മൾ കുറ്റം പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ വീട് മുന്നോട്ട് പോവോ? ഇല്ല. നമ്മൾ അധ്വാനിക്കണം, എന്നാൽ മാത്രമാണ് വീട് മുന്നോട്ട് പോകുക. അപ്പം നമ്മൾ മടിയന്മാരാവാതെ നമ്മൾ ഹാർഡ് വർക്കുള്ള വ്യക്തികളായി മാറാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്ന ആ രീതിയിൽ നമ്മളിത് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ, ഇപ്പം ഞാനായാലും എൻ്റെ ഫ്രണ്ട്സിനോടായാലും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടായാലും എല്ലാവരോടും ഞാൻ പറയുന്നത്, കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ മൂല്യം മനസ്സിലാക്കി തിരഞ്ഞെടുക്കുക. നമ്മുടെ മുമ്പിൽ കളിച്ച് ചിരിച്ച് നന്നായി നല്ലതാണ് അതെന്നൊക്കെ പറയുന്ന ആൾക്കാർ നമ്മൾക്ക് ഫേവറല്ല. അത് മനസ്സിലാക്കുക. എൻ്റെ പാഠം എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. കളിച്ച് ചിരിച്ച് നിൽക്കുന്നവരൊക്കെ നമ്മളെ പിന്നിൽ നിന്ന് കുത്തുന്നവരാണ്. നമുക്ക് നമ്മുടെ എന്ന് പറയാനായിട്ട് എല്ലാവരെയും കൂട്ടാൻ പറ്റില്ല. അതിൽ കുറച്ച് പേരെ നമ്മൾ സ്പെഷ്യലായിട്ട് തിരഞ്ഞെടുക്കുക.
എന്നിട്ട് അവരെ നമ്മളെ ചേർത്ത് പിടിക്കുക. അപ്പോൾ അവർ നമുക്ക് തരുന്ന ഒരു ഒപ്പീനിയൻ ഉണ്ട്, അവരുടേതായ കുറേ വിമർശനങ്ങളും അഭിപ്രായങ്ങളും അവർ ആ ഫ്രണ്ട്സിനെയാണ് നമ്മൾ കൂടെ കൂട്ടുന്നത്. ആ ഫ്രണ്ട്സാണ് നമ്മളെ യഥാർത്ഥ ഫ്രണ്ട്സ്. അപ്പോൾ ബാക്കിൽ നിന്ന് കുത്തുന്നവരെയും നീതിയുക്തമായി പ്രവർത്തിക്കാത്തവരെയൊന്നും നമ്മൾ കൂടെ കൂട്ടേണ്ട ആവശ്യമില്ല. അത് ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള വഴികൾ തുറന്നു തരികയുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കി പുതിയ ജനത വളരണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് കിട്ടുന്ന ആ സംവിധാനം എന്താണോ പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്നത്, അതിൽ വിശ്വാസവും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ആ മൂല്യങ്ങളും മനസ്സിലാക്കി നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ആ മൂല്യത്തെ മുൻനിർത്തി മുന്നോട്ടേക്ക് പോകണമെന്നാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു മോട്ടിവേഷൻ. അപ്പോൾ നമ്മളുടെ ആ ഒരു അച്ചീവ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് പ്രകൃതി വളരെ ദാനമായി തന്നിട്ടുണ്ട്, നമ്മളത് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ആ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ മനസ്സിലാക്കുക. എന്താണ് നമുക്ക് പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്നത്? നമ്മൾ കാണാതെ കണ്ണ് മൂടി കെട്ടിയിരിക്കുന്നവരല്ല. നമ്മളത് മനസ്സിലാക്കുക, എന്താണ് നമ്മൾ പ്രകൃതിയിൽ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളത് മനസ്സിലാക്കി അതിൽ നിന്ന് സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഓരോ വ്യക്തിയും ഇന്ന് മുതൽ അതിനു വേണ്ടി ട്രൈ ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു മോട്ടിവേഷൻ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നറിയാൻ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. ഇതിൽ ഞാൻ പറഞ്ഞതിൽ സത്യമുണ്ടോ എന്ന് നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, ബൈ ബൈ.